നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. ബംഗളൂർ ഗവൺമെന്റ് UP സ്കൂളിൽ റേഡിയോ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണമല്ല മനുഷ്യരെ തകർക്കുക എന്നതാണ് ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ലക്ഷ്യമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. കുമാരമംഗലം MKNM-HSSലെ NSS യൂണിറ്റ് സജ്ജമാക്കിയ സ്നേഹരാമം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിച്ച ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം സമാപിച്ചു. സമാപന സമ്മേളനം ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് കേരള വനിതാ കമ്മീഷൻ തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. പരിശീലനം ലഭിച്ചാൽ ഏത് തൊഴിലും ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുമെന്ന് സമൂഹത്തിന് തിരിച്ചറിവ് ഉണ്ടാകണമെന്ന് P സതീദേവി പറഞ്ഞു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എവിടെയൊക്കെയാണ് സ്ത്രീകൾ ചൂഷണങ്ങൾക്കിരകളാവുന്നത്, എവിടെയൊക്കെയാണ് വിവേചനങ്ങൾ അഭിമുഖീകരിക്കുന്നത്, അതെല്ലാം കണ്ടെത്താനും വിവേചനങ്ങൾ അറുതി വരുത്താനും ചൂഷണങ്ങൾ ഇല്ലായ്മ ചെയ്യാനും സ്ത്രീകളുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് കേരള വനിതാ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ആ ഇടപെടലിന്റെ ഭാഗമായി എത്രത്തോളം സ്ത്രീകൾ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധവതികളായിട്ടുണ്ട്, പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ എത്രത്തോളം സന്നദ്ധരാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ കേരള വനിതാ കമ്മീഷൻ ഈ 2023-24 സാമ്പത്തിക വർഷത്തിൽ പബ്ലിക് ഹിയറിംഗ് എന്ന ഒരു പ്രോഗ്രാം കേരളത്തിലെ 11 ജില്ലകളിലായി ആദ്യത്തെ ഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ ഉള്ള തുടക്കം കുറിച്ചിട്ടുള്ളത്. 10 മേഖലയിലുള്ള ഇടപെടലാണ് ഇന്നത്തേതോടുകൂടി. 10 മേഖലകളിൽ തുറന്നു പറച്ചലിന് വേദിയാക്കിക്കൊണ്ട് പബ്ലിക് ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് കേൾക്കുക എന്നതാണ് അല്ലേ, പബ്ലിക്കായിട്ട് കേൾക്കുക. പബ്ലിക്കായിട്ട് കേൾക്കണമെങ്കിൽ എന്ത് വേണം പറയാനുള്ള സന്നദ്ധത വേണം. മുൻകാലത്ത് തൊഴിലിടങ്ങളിലേക്ക് കടന്നുവരാൻ സ്ത്രീകൾ മടി കാണിച്ചിരുന്നു. പുരുഷന്റെ മാത്രം വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ സാധിക്കില്ലെന്ന സ്ഥിതിയിലാണ് സ്ത്രീകൾ തൊഴിൽ ചെയ്യുന്നതിനായി വിവിധ മേഖലകളിലേക്ക് കടന്നു വന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് സ്ത്രീകളാണ്. വിവിധ കൃഷിപ്പണികൾ, കുളത്തിന്റെ പടവ് നിർമ്മാണം, കെട്ടിടവും അനുബന്ധ സാമഗ്രികളുടെയും നിർമ്മാണം ഉൾപ്പെടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾ ഇന്ന് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള നിയമങ്ങളുടെ ആനുകൂല്യങ്ങളും പരിരക്ഷയും സ്ത്രീകൾക്ക് പൂർണ്ണമായി ലഭ്യമാകുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. തൊഴിൽ മേഖലയിൽ പുരുഷനും സ്ത്രീക്കും ലഭിക്കുന്ന കൂലിയിൽ അന്തരം നിലനിൽക്കുന്നുണ്ട്. വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രസവ ആനുകൂല്യം തൊഴിലുടമകൾ ലഭ്യമാക്കുന്നില്ലെന്ന പരാതികൾ വനിതാ കമ്മീഷന് ലഭിക്കുന്നുണ്ടെന്നും സതീദേവി കൂട്ടിച്ചേർത്തു. പബ്ലിക് ഹിയറിംഗിലൂടെ വിവിധ തൊഴിൽ മേഖലകളിലെ സ്ത്രീകൾക്ക് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയുന്നതിനുള്ള അവസരമാണ് വനിതാ കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. പ്രശ്നങ്ങൾ തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറായി മുന്നോട്ട് വരണം. പബ്ലിക് ഹിയറിംഗിന്റെ ഭാഗമായി വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണവും നൽകുന്നുണ്ടെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് അധ്യക്ഷനായി. തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് വളരെ കാര്യക്ഷമമായി ഇടപെടുവാനാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ വളരെയധികം കഷ്ടതകളും ത്യാഗങ്ങളും അനുസരിച്ച് പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരവരുടെ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന
ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പീഡനങ്ങളും അവഹേളനങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീ സമൂഹമുണ്ട്. കാരണം അവരെ വെറുപ്പിച്ചാൽ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറ്റൊരു തൊഴിൽ കിട്ടാൻ സാധ്യത കുറവാണ്, എൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ നടന്നു പോകുന്നത് ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ടാണ്, അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാൽ അത് സഹിക്കുക, അത് ക്ഷമിക്കുക, അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ ഒരു വിധിയാണ് എന്ന് സഹിച്ചു പോകുന്ന ഒരു സ്ത്രീ സമൂഹം ഉണ്ടായിരുന്നു നാട്ടിൽ. ഇന്ന് അതിനൊരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് വനിതാ കമ്മീഷൻ്റെ ഇടപെടലിൽ. കാരണം ശബ്ദമുയർത്തുന്നത് ഇന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, VR മഹിളാമണി, അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ, ഡയറക്ടർ ഷാജി സുഗുണൻ, ജില്ലാ ലേബർ ഓഫീസർ R സ്മിത, അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അബി സെബാസ്റ്റ്യൻ, വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ AR അർച്ചന എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ PM ഫിറോസ് ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ ആസ്ഥാന ടൗണായ ചെറുതോണിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അടിത്തറ ഇളകിയതാണ് നിർമ്മാണം മുടങ്ങുവാൻ കാരണം. 2018 പ്രളയത്തെ തുടർന്നാണ് ചെറുതോണി ടൗണിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്നത്. ഇതോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന ആവശ്യം ശക്തമായത്. ഇതേ തുടർന്ന് 2019 MLA ആയിരുന്ന റോഷി അഗസ്റ്റിൻ എർത്ത് വർക്കിനും താൽക്കാലിക ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുമായി 50 ലക്ഷം രൂപ അനുവദിച്ചു. ഈ തുകയ്ക്ക് കരാറെടുത്ത കോൺട്രാക്ടർ എസ്റ്റിമേറ്റിന് പുല്ലുവില കൽപ്പിച്ച് തോന്നിയവാസം മണ്ണ് നീക്കം ചെയ്ത് കൂടുതൽ തുക കൈക്കലാക്കി. PWDയുമായി ചേർന്നാണ് ആദ്യ കരാറുകാരൻ എസ്റ്റിമേറ്റ് അട്ടിമറിച്ചത്. തുടർന്ന് MLAയുടെ 1 കോടിയും ഇറിഗേഷൻ വകുപ്പിന്റെ 1 കോടിയും ചേർന്നാണ് ബസ് സ്റ്റാൻഡ് നിർമ്മാണവും അനുബന്ധ സംരക്ഷണ കെട്ട് നിർമ്മാണവും പുരോഗമിച്ചത്. ഇതുകൂടാതെ ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 2 കോടി മുടക്കിയ കോംപ്ലക്സ് നിർമ്മാണവും ആരംഭിച്ചു. എന്നാൽ ഒന്നിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല. നിലവിൽ നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. പൂർത്തീകരിച്ച പണിയുടെ തുക യഥാസമയം ലഭിക്കാത്തതാണ് പണി മുടങ്ങാൻ കാരണമെന്ന് ആരോപണം. ഇടുക്കിയിൽ ജില്ലാ ആസ്ഥാനത്ത് വർഷങ്ങളായി നിർമ്മാണത്തിലിരിക്കുന്ന ചെറുതോണി ബസ് സ്റ്റാൻഡ് പാതി വഴിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നു. കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഇടുക്കി ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം നിലച്ച മട്ടിലാണ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ജില്ലാ ആസ്ഥാനത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെ പണി പാതി വഴിയിൽ നിന്നിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ അമർഷം ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളായി അതിന് പല ജില്ലാ പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നുമെല്ലാം ഫണ്ട് അനുവദിച്ചെങ്കിലും ഒന്നും എത്താത്ത രീതിയിൽ പകുതിയായി പണികൾ നിർത്തിയിട്ടിരിക്കുന്ന ആ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ചെറുതോണി ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കരാറുകാരെ ദോഷമായും ബാധിച്ചു. ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത സംസ്ഥാനത്തെ ഏക ജില്ലാ ആസ്ഥാനമാണ് ഇന്ന് ചെറുതോണി. നിലവിൽ നിരവധി പ്രാവശ്യം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതിന് പരിഹാരം കാണുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വെങ്ങല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ റേഡിയോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷിംനാസ് KK അധ്യക്ഷത വഹിച്ചു. റേഡിയോയുടെ ആദ്യ പരിപാടിയും സംപ്രേഷണം ചെയ്തു. മുനിസിപ്പൽ ചെയർമാനുമായി വിദ്യാർത്ഥി അഭിമുഖവും നടത്തി. കുട്ടികളെ റേഡിയോയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനും ക്ലബ്ബിൽ അംഗമാക്കുന്നതിനും വേണ്ടിയാണ് വെങ്ങല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ റേഡിയോ ക്ലബ്ബ് തുടങ്ങിയത്. PTA പ്രസിഡന്റ് ഷിംനാസ് KKയുടെ അധ്യക്ഷതയിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ കീഴിൽ നടക്കുന്ന എല്ലാവിധ കാര്യങ്ങളെയും ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരുന്ന റേഡിയോ എന്ന ഒരു മാധ്യമം ഇന്ന് പൊതുസമൂഹത്തിൽ നിന്നും ഇല്ലാതായി പോയിട്ടുണ്ട്. ഇതെന്താണ് റേഡിയോയുടെ ഗുണങ്ങൾ? എങ്ങനെയാണ് നമ്മൾ ആദ്യം റേഡിയോയിൽ ഉൾക്കൊണ്ടിരുന്നത്? റേഡിയോയിൽ കൂടെ ശ്രമിച്ചുകൊണ്ടിരുന്ന വാർത്തകൾ, അതുപോലെ തന്നെ ചിത്രഗീതങ്ങൾ, അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ പ്രശ്നങ്ങൾ, നാടകങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, അതെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ പൊതു മധ്യത്തിലെല്ലാം ആളുകൾ വട്ടം കൂടി ശ്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ലോകത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയം നടന്നുവരുന്ന യഥാസമയം കറക്റ്റ് സമയം നോക്കി വാർത്ത കേൾക്കുകയും ആ വാർത്തയ്ക്ക് ശേഷം മറ്റു പ്രോഗ്രാമുകളുണ്ടെങ്കിൽ അത് കേൾക്കുകയൊക്കെ ചെയ്ത് വളരെ പ്രത്യേകിച്ച് കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ ഉണ്ടായിരുന്ന റേഡിയോ. പക്ഷേ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ചെറിയ വിദ്യാർത്ഥികൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നില്ല. റേഡിയോയിലൂടെ ആദ്യ പരിപാടി പ്രക്ഷേപണം ചെയ്തു. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജുമായി വിദ്യാർത്ഥി അഫ്രിൻ അനസ് അഭിമുഖവും നടത്തി. തൊടുപുഴ നഗരസഭയുടെ പിതാവായ
തൊടുപുഴ നഗരസഭാ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. 3 വർഷം പിന്നിടുകയാണ്. വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരായി ജീവിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രാദേശിക തലത്തിൽ ഉള്ള ചെറിയൊരു അറിവ് അല്ലെങ്കിൽ മുതിർന്ന അംഗങ്ങളോടൊപ്പം നടന്നുള്ള പരിചയങ്ങൾ മാത്രം വന്ന് ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവിടെയുള്ള ജനങ്ങൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ VM ഫിലിപ്പച്ചൻ സ്വാഗതം ആശംസിച്ചു. വാർഡ് കൗൺസിലർ നിധി മനോജ്, SMC ചെയർമാൻ രാജീവ് പുഷ്പാങ്കദൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയോജന ക്ഷേമം കോർഡിനേഷൻ സമിതിയും തൊടുപുഴ പോലീസും സംയുക്തമായി വയോജനങ്ങൾക്ക് ഒരു കൈത്താങ് എന്ന പേരിൽ വയോജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. സണ്ണി തെക്കേക്കര സ്വാഗതം ആശംസിച്ചു. സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ വയോജന അവതരണം നടത്തി. വയോജനങ്ങളുടെ ക്ഷേമവും അതിന് സഹായകമായ നിയമങ്ങളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് വയോജന ക്ഷേമം കോർഡിനേഷൻ സമിതിയും തൊടുപുഴ പോലീസ് സ്റ്റേഷനും സംയുക്തമായി വയോജന കൂട്ടായ്മ നടത്തിയത്. വയോജനങ്ങൾക്ക് ഒരു കൈത്താങ് എന്ന പേരിൽ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ഹാളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ലൊരു ആശയം പാറക്കടവിൽ പ്രവർത്തിക്കുന്ന പകൽ വീടുമായി ബന്ധപ്പെട്ട് ദൈനംദിനമായി വയോജനങ്ങളുടെ എല്ലാ പരിപാടികളും എല്ലാവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളും കൂട്ടായ്മയും കൂട്ടിച്ചേർക്കുമെല്ലാം നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ നേതൃത്വ നിലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനായ ചേട്ടൻ ഷായിസാർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയൊരു സണ്ണിച്ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയൊരു കൂട്ടായ്മ രൂപീകരിക്കണമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആശയം എൻ്റെ അടുത്തോട് പറയുകയും അതിൻ്റെ ഒരു പ്രോഗ്രാം മുനിസിപ്പാലിറ്റി വെച്ച് നടത്തി. അതിനുശേഷം നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ യോഗം ചേർന്നു. ഇന്ന് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ സഹായങ്ങളും സംശയങ്ങളും പരാതികളും കേൾക്കുവാനായിട്ടാണ് നിർവഹിച്ചത്. വളരെ ചുരുക്കം ആളുകളെ പ്രതീക്ഷിച്ചെങ്കിലും കസേരകൾ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ പറഞ്ഞ കൃത്യസമയത്ത് ഓടി. അതിൻ്റെ അതിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു കാര്യപ്രസക്തിയുള്ള ഈ സമൂഹത്തിന് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രയോജനകരമാകുന്ന ഒരു കൂട്ടായ്മ. സണ്ണി തെക്കേക്കര സ്വാഗതം ആശംസിച്ചു. സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ വയോജനാവതരണം നടത്തി. മുനിസിപ്പാലിറ്റിയിൽ 2-3 വാർഡ് എടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ ഒരു പരിപാടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒരു കൂട്ടായ്മ വരികയാണെങ്കിൽ പരസ്പരം അറിയാനും നമ്മുടെ സൗഹൃദങ്ങൾ പങ്കിടുകയാണ്. സൗഹൃദങ്ങൾ മാത്രമല്ല, നമ്മുടെ വിഷമങ്ങൾ പറയാം. നമ്മുടെ വീട്ടിൽ ഇപ്പം എല്ലാവർക്കും അറിയാം, പല കാര്യങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന ആളുകളുണ്ടാവും. ഒരു ഭൂരിഭാഗം ആൾക്കാർ എല്ലാ വീട്ടിലും സുഖം മാത്രമല്ല ദുഃഖവും ഉണ്ടാകുന്ന വീടുകളുണ്ടാവും. അതൊന്നും അവർ പറയാണ്ട് അവരുടെ മനസ്സിലൊളിപ്പിച്ച് അവരെല്ലാം ശ്രമിച്ചിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ കൂടുതൽ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, മോനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോൾക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങളായിരിക്കും കൂടുതലും വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സുഹൃത്തിനോട് പറഞ്ഞാൽ, ഒരു കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ പറഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ആ വിഷമം നമ്മൾ മനസ്സിൽ വെച്ച് കൊണ്ടുവരുന്നത് നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും കാലം കഴിയുമ്പോൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരിസ്ഥിതി സംരക്ഷണമല്ല മനുഷ്യരെ തകർക്കുക എന്നതാണ് ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ലക്ഷ്യമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. ഇടുക്കി ജില്ലയുടെ നമ്പർ 1 ശത്രുക്കളായ ഇവരുടെ ഭാഗത്താണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് എന്നും പട്ടയം വിതരണത്തിന് നേരിടുന്ന തടസ്സങ്ങൾ നീക്കാൻ അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എക്കാലം ഇടുക്കി ജില്ലയിലെ മനുഷ്യരെ ദ്രോഹിക്കുന്ന നടപടികളുമായിട്ടാണ് പരിസ്ഥിതി സംഘടനകൾ മുമ്പോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ പരിസ്ഥിതി സംരക്ഷണമല്ല മനുഷ്യരെ തകർക്കുക എന്നുള്ളതാണ് ഈ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വേണം പറയാൻ. അവരാരോടാണ് അത്തരം വാങ്ങിയിരിക്കുന്നതെന്നില്ല. 71-ന് മുമ്പ് കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാമെന്ന നിയമമാണ്. അത് 60-ലെ ഭൂമി പതിവ് നിയമത്തിൽ അത് പറയുന്നുണ്ട്. 64 ചട്ടം ഇത് പറയുന്നുണ്ട്. ആ ചട്ടമനുസരിച്ച് കൊടുത്ത പട്ടയത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. തിരുത്താനുള്ള സൗകര്യം നമുക്ക് നിയമപരമായി തന്നെ അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിന് പകരം പട്ടയ നടപടികളെ നിർത്തിവെക്കണം എന്നാവശ്യമുന്നയിച്ചത് അംകസ്തൂറിയാണെങ്കിലും ഏത് പരിസ്ഥിതി സംഘടനകളാണെങ്കിലും ഇടുക്കിയിലെ ജനങ്ങളുടെ നമ്പർ 1 ശത്രുവിൻ്റെ ഭാഗത്താണ് അവരെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരോടൊപ്പം ചേരുന്ന സമീപനമാണ് ഇടുക്കിയിലെ LDF സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ വായിക്കുകയുണ്ടായി. അദ്ദേഹം ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രക്ഷോഭാവിൻ്റെ ചെയ്യുന്ന പുറത്ത് എന്നാൽ
നമ്മുടെ നാട്ടിൽ പട്ടയത്തിന് അർഹതയുള്ള കൃഷിക്കാർക്ക് പട്ടയം കിട്ടണം. ആ പട്ടയം കൊടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾക്കെതിരെ ജില്ലയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കണം എന്ന നിലപാടെടുക്കേണ്ട MP ഏത് വിഷയം വരുമ്പോഴും ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോടൊപ്പം ചേരുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. ഈ വിഷയം ഗവൺമെൻറ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന തടസ്സം മാറ്റിയെടുക്കുന്നതിനുള്ള അടിയന്തര നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയും ചെയ്യും. ഉടുമ്പന്നൂർ തൃക്കയിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 26ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് വ്യാഴാഴ്ച സമാപനം കുറിച്ചു. ജനുവരി 11 ആരംഭിച്ച സപ്താഹ യജ്ഞത്തിന് ഭദ്രദീപം തെളിച്ച് ക്ഷേത്രത്തിൽ പുതിയതായി പണി കഴിപ്പിച്ച വൈഷ്ണവ അന്നദാന മണ്ഡപം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മനയറ്റത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരി ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. പാദയോസ്തവജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വം നോ യതഃ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ഭാഗവതം. നമസ്കാരം എന്നുള്ളത് വിനയത്തിൻ്റെ ലക്ഷണമാണ്. വിനയം ഉണ്ടെങ്കിലേ വിദ്യ എന്നുള്ളത് നേടാൻ സാധിക്കുള്ളൂ. ആ വിദ്യ ശോഭിക്കണമെങ്കിലും വിനയം എന്നുള്ളത് വേണം. ഇവിടെ ഭഗവാനെ നമസ്കരിക്കുന്നു. ആ നമസ്കരിക്കുന്ന സമയത്ത് എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണോ എല്ലാ പാപങ്ങളും ഇല്ലാതെയായി തീരുക? ഏതൊരു ഭഗവാനെ നമസ്കരിച്ചാലാണോ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയായി തീരുക? അങ്ങനെ തൻ്റെ നാമം ജപിക്കുന്നവൻ്റെ സകലങ്ങളായിട്ടുള്ള പാപങ്ങളെയും തന്നെ നമസ്കരിക്കുന്നവൻ്റെ സകലങ്ങളായിട്ടുള്ള ദുഃഖങ്ങളെയും ഹരിച്ച് ഇല്ലാതെയാക്കുന്ന അല്ലയോ ഭഗവാനെ, അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി അടിയന് തുടർന്ന് ഓരോ നിമിഷവും അനുഭവിക്കാൻ സാധിക്കണേ എന്നാണ് ആ പ്രാർത്ഥന ശ്ലോകങ്ങളുടെ അർത്ഥം. ഈ ശ്ലോകം ഒന്ന് ചൊല്ലിത്തരാം. എല്ലാവരും ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടിയിട്ട് ആത്മാർത്ഥമായി ഭഗവാനോട് ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മുടെ ക്ഷേത്രത്തിലെ 26ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം കഴിഞ്ഞ ജനുവരി മാസം 11-ാം തീയതി ആരംഭിച്ച് ഇന്ന് സമാപിക്കുകയാണ്. ജനുവരി 11 വൈകുന്നേരം നമ്മുടെ ആദരണീയനായ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി അവർകൾ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തി അനുഗ്രഹ പ്രഭാഷണം നടത്തി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കാമനാട്ട് രാമൻ നമ്പൂതിരി അവர்களுടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ച ഭാഗവത സപ്താഹ യജ്ഞമാണ് ഇന്ന് പര്യവസാനിക്കുന്നത്. അന്നേ ദിവസം തന്നെ ജനുവരി 11-ാം തീയതി നമ്മൾ പുതിയതായി പണി കഴിപ്പിച്ച വൈഷ്ണവ അന്നദാന മണ്ഡപത്തിന്റെ സമർപ്പണവും തന്ത്രിമുഖ്യൻ നിർവഹിക്കുകയുണ്ടായി. സാധാരണക്കാർക്ക് വിവാഹ ആവശ്യങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കില് ഉപയോഗിക്കത്തക്ക വിധം ഈ അന്നദാന മണ്ഡപം നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കില് വിവാഹ ചെലവുകളെല്ലാം പരിമിതപ്പെടുത്തി നടത്തുവാൻ പാകത്തിന് ഇത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ തിരുവുത്സവം ജനുവരി 19, 20 തീയതികളിൽ നടത്തപ്പെടുകയാണ്. ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങുകളിലെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം തിരുത്സവത്തിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കുമാരമംഗലം MK NMHSസിലെ NSS യൂണിറ്റ് സജ്ജമാക്കിയ സ്നേഹരാമം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. NSSന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സാമൂഹിക ഇടപെടൽ സ്നേഹരാമം സജ്ജമാക്കൽ ആയിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൊടുപുഴ അടിമാലി റോഡരികിൽ പടർന്നു പിടിച്ച ഇഞ്ചക്കാട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമാക്കിയിട്ടിരുന്ന സ്ഥലം സ്നേഹരാമത്തിലൂടെ കുട്ടികൾ ശുചിയാക്കിയ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും MP വ്യക്തമാക്കി. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി NSS യൂണിറ്റുകളും ശുചിത്വ മിഷനും കേരളത്തിലുടനീളം സംയുക്തമായി ഒരുക്കിയ സ്നേഹാരാമം പദ്ധതി കുമാരമംഗലം MK NMHSസിലും സജ്ജമാക്കി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. NSSന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച സാമൂഹിക ഇടപെടൽ സ്നേഹാരാമം സജ്ജമാക്കലായിരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. MK NMHSനെ സംബന്ധിച്ചിടത്തോളം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു ഉദ്യാനം ഇവിടെ സാധ്യമാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നും എക്കാലവും സ്മരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. NSS യൂണിറ്റ് ഈ വർഷം ചെയ്ത
ഏറ്റവും ഫലപ്രദമായ ഒരു ഇടപെടൽ കൂടിയാണ് ഈ ഉദ്യാനം. ഇത് എന്നും എക്കാലവും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ NSSൻ്റെ ഭാഗമായി ഈ ഉദ്യമത്തിൽ പങ്കുചേർന്ന മുഴുവൻ വോളണ്ടിയർമാർക്ക് ജീവിതത്തിലുടനീളം ഇതൊരു വലിയ അനുഭവമായിരിക്കും. തൊടുപുഴ അടിമാലി റോഡരികിൽ പടർന്നു പിടിച്ച ഇഞ്ചക്കാട്ടിലേക്ക് ആളുകൾ മാലിന്യം വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമാക്കിയിട്ടിരുന്ന സ്ഥലം സ്നേഹാരാമത്തിലൂടെ കുട്ടികൾ ശുചിയാക്കി മനോഹരമായ ഒരു സെൽഫി പോയിന്റ് സജ്ജമാക്കുകയും ചെയ്തത് അഭിനന്ദനാർഹമാണെന്നും MP വ്യക്തമാക്കി. 63,000 രൂപയോളം ചിലവ് വന്നതിൽ 45,000 രൂപ സ്പോൺസർഷിപ്പ് ലഭിച്ചു. സ്കൂൾ മാനേജർ RK ദാസ്, ലയൺസ് ക്ലബ്ബ്, റോട്ടറി ക്ലബ്ബ്, HDFC ബാങ്ക്, പൂർവ്വ വിദ്യാർത്ഥികൾ, സ്ഥലവാസികൾ ഇവരെല്ലാം സ്പോൺസർ ചെയ്താണ് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് പ്രോഗ്രാം ഓഫീസർ ഷൈല S പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഇന്ദു സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, വാർഡ് മെമ്പർ സജി ചെമ്പകശ്ശേരി, ഹരിതകർമ്മ സേനാംഗങ്ങളായ കാഞ്ചന, മഞ്ജു, തൊടുപുഴ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് രാമചന്ദ്രൻ K, സെക്രട്ടറി PJ ജോസ്, ജയകൃഷ്ണൻ B, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ജോർജ്, ജോബ് K ജേക്കബ്, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ടോംസി തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിച്ച ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം സമാപിച്ചു. സമാപന സമ്മേളനം ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി നെഹ്റു യുവകേന്ദ്ര മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്ന് ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിച്ച ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ സമാപിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് NSS യൂണിറ്റിന്റെയും ജില്ലാ യൂത്ത് ക്ലബിന്റെയും സഹകരണത്തോടെ കോളേജ് റോഡിൽ സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ പരിപാടിയുടെ സമാപന സമ്മേളനം ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഒരു ഡ്രൈവറെ നമ്മൾ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പുഞ്ചിരിയോട് ഗ്രീറ്റ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഒരു വയലേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരുഷമായിട്ടോ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. വി ആർ എ പാർട്ട് ഓഫ് ദി ട്രാഫിക് അവയർനെസ് പ്രോഗ്രാം. ഞങ്ങൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ആയിട്ട് പോകുന്നു, നല്ല ശുഭയാത്ര നിങ്ങൾക്ക് ആശംസിക്കാം. അല്ലാത്തവരോട് ചേട്ടാ അടുത്ത പ്രാവശ്യം നമുക്ക് ഹെൽമെറ്റ് വെച്ചിട്ട് യാത്ര ചെയ്യാം. ഇങ്ങനെ രീതിയിലൊരു ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ഭാഗത്ത് നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഈ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് അവർ നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ക്യാമറയൊക്കെ വന്നതിന് ശേഷം അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടികളായിട്ടുള്ള നിങ്ങളുടെ അടുത്ത കൊല്ലം നല്ല എക്സ്പെർട്ട് ഡ്രൈവേഴ്സൊക്കെ ആവും. എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ് ഈ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി. അതുപോലെ നമ്മുടെ കൂടുതലുള്ളവരോടും ഈ നിയമങ്ങൾ പാലിക്കുവാനും അങ്ങനെ ഒരു ഉത്തമ പൗരന്മാരായിട്ട് വളരുവാൻ വേണ്ടി നമുക്ക് നിർബന്ധരാക്കേണ്ട അല്ലെങ്കിൽ അവരെ ഉദ്ബോധിപ്പിക്കേണ്ട ചുമതലകൾ നമുക്കുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രിൻസ് പീറ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TJ അജയൻ വോളണ്ടിയർമാർക്ക് മാർഗനിർദ്ദേശം നൽകി. ജില്ലാ യൂത്ത് ക്ലബ്ബ് സെക്രട്ടറി N രവീന്ദ്രൻ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ സിസ്റ്റർ നോയൽ റോസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബിസിനസ് വാർത്ത. പാഴേരി ജ്വല്ലറി ഗ്രൂപ്പിന്റെ 3ാമത് ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഹോൾസെയിൽ ജ്വല്ലറി ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യദ് സാദി അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി നക്ഷത്ര വിശിഷ്ട അതിഥിയായിരുന്നു. ഉദ്ഘാടന ദിവസത്തിലും തുടർന്നുള്ള 2 ആഴ്ചക്കാലം ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള പഴേരി ജ്വല്ലറി ഗ്രൂപ്പിന്റെ 3ാമത് ഷോറൂം തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഹോൾസെയിൽ ജ്വല്ലറി ഇനി തൊടുപുഴയ്ക്ക് സ്വന്തം. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സിനി ആർട്ടിസ്റ്റ് ലക്ഷ്മി നക്ഷത്ര വിശിഷ്ടാതിഥിയായിരുന്നു. ഏറ്റവും അധികം ഈ ഒരു ജ്വല്ലറി മറ്റുള്ള ജ്വല്ലറിയേക്കാൾ യുണീക്കായിട്ട് നിൽക്കുന്നത് നമ്മുടെ കളക്ഷൻസ് തന്നെയാണ്. ശരിക്കും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുമ്പോൾ ഈവൻ ഡയമണ്ട് എന്ന് പറയുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഇപ്പോൾ പുകളിച്ചുള്ള ഓർണമെന്റ്സ് അല്ലെങ്കിൽ നല്ല വലിയ രീതിയിൽ ഹെവി ആയിട്ട് തോന്നുന്ന ഓർണമെന്റ്സ് എല്ലാവർക്കും ഇടാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാവരുടെ നമ്മുടെ പോക്കറ്റിന്റെ കനവനുസരിച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആയെന്ന് വരില്ല. പക്ഷേ ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സിൽ നല്ല പുകളിച്ച് തോന്നുന്ന ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണ് പഴേരി ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് എക്സ്ക്ലൂസീവ്ലി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്.
സോ ഏത് സാധാരണക്കാർക്കാണെങ്കിലും ഏറ്റവും മികച്ച ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതുമാത്രമല്ല സ്വന്തമായിട്ട് ഹോൾസെയിൽ ഒരു രീതിയിലാണ് നിങ്ങൾക്കായിട്ട് ഓർണമെന്റ്സ് നൽകുന്നത്. സ്വന്തമായിട്ടുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്നും നിർമ്മിച്ചിട്ട ഓർണമെന്റ്സും നിങ്ങൾക്കായിട്ട് പഴേരി ഗോൾഡ് ഡയമണ്ട്സ് നൽകുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം സാധാരണ ഒരു ജ്വല്ലറിയേക്കാൾ എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് നൽകുന്നുള്ളത്. നൂതനമായ സാങ്കേതിക മികവോടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ 100% ഗവൺമെന്റ് അംഗീകൃത ഹോൾമാർക്കിംഗ് മുദ്രയോടെയാണ് പഴേരി ഗോൾഡ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലിയിൽ പുതിയ ട്രെൻഡഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും ഒപ്പം 5 പവൻ മുതൽ 100 പവൻ വരെയുള്ള ബ്രൈഡൽ സെറ്റുകളും പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഹോൾസെയിൽ ജ്വല്ലറിയായ പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴ ഷോറൂം ഉദ്ഘാടന ദിവസത്തിലും തുടർന്നുള്ള 2 ആഴ്ചക്കാലവും ആകർഷകമായ സമ്മാന പദ്ധതികളും എക്സ്ചേഞ്ച് ഓഫറുകളും ആവിഷ്കരിച്ചിട്ടുണ്ട്. കൂടാതെ തവണകളായി പണമടിച്ച് സ്വർണം സ്വന്തമാക്കാനുള്ള സൗകര്യവും പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. മണ്ണാർക്കാട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ ഉപഭോക്താക്കളുടെ മനം കവർന്ന പഴേരി ഗോൾഡിന്റെ 3ാമത് ഷോറൂമാണ് തൊടുപുഴയിലേത്. ഈരാറ്റുപേട്ട, പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. 2030 കേരളത്തിലെമ്പാടും 100 ബ്രാഞ്ചുകളാണ് പഴേരി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പും ലക്ഷ്മി നക്ഷത്ര നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി. പരിസര ശുചീകരണ കരാറുകാരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതിക്ക് കാരണം. ഇതാകട്ടെ ഇവിടെ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും വൻ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ ബ്ലോക്കിന്റെയും പ്രവർത്തിച്ചു വരുന്ന പഴയ ബ്ലോക്കിന്റെയും ഹോസ്റ്റലുകൾ, പ്രിൻസിപ്പൽ ഓഫീസ്, മറ്റ് അനുബന്ധ ഓഫീസുകളുടെയും പരിസരങ്ങൾ അത്രയും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുകയാണ്. ഇതാകട്ടെ പലവിധ അപകടങ്ങൾക്കും കാരണമാണ്. വെള്ളപ്പാറ ഫോറസ്റ്റ് ഡിവിഷനോട് ചേർന്ന് കിടക്കുന്ന ഇവിടെ വന്യജീവികളുടെയും ഇഴജന്തുക്കളുടെയും സാന്നിധ്യം ഏറെയാണ്. പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന 100 കണക്കിന് ജനങ്ങൾക്ക് ഇത് ഏറെ അപകടകരമാണ്. കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാരൊക്കെ രാത്രികാലങ്ങളിൽ ഭക്ഷണത്തിനും മരുന്നിനുമൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ ഇഴജന്തുക്കളെ പതിവായി കാണുന്നതായി പറയുന്നു. തന്നെയുമല്ല, പഴയ ബ്ലോക്കിൽ നിന്നും പുതിയ ബ്ലോക്കിലേക്ക് നടന്നു പോകുമ്പോഴും സമാന അവസ്ഥയാണുള്ളത്. ഈ മെഡിക്കൽ കോളേജിൻ്റെ പരിസരം ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാട് മൂടി കിടക്കുക. കാരണം ഇവിടുത്തെ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ ബിൽഡിങ്ങുകളുടെയൊക്കെ പരിസരമൊക്കെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. മൊത്തം കാട് കയറിയിട്ട്. ഒന്നാമത് ഇത് വനമാണ്. പാമ്പായി, മ്ലാവായി, ഇപ്പോൾ ചെന്നായി വരെ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഇവിടെ വരുന്ന രോഗികൾ, രാത്രിയും പകലുമൊക്കെ ആയിട്ട് വരുന്ന രോഗികൾ ഈ മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇവിടെ ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് വിട്ടാൽ തന്നെ ഒരു പകുതി സമാധാനമാവും. ഇത് ഒന്നാമത്തെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ കരാറുകാർ ആണ് ഇവിടുത്തെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനും മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനത്തെ പോലും അട്ടിമറിക്കുന്നത്. അവരും ഇതിന് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഈ നിർമ്മാണം നടക്കുന്ന പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാനും കാട് വെട്ടിത്തെളിക്കുവാനും അവരും കൂടെ മുൻകൈ എടുക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം. ആശുപത്രിയുടെ പരിസരം ശുചിത്വമുള്ളതായി പാലിക്കുന്നതിൽ അധികൃതർക്ക് വൻ വീഴ്ചയാണ് ഉണ്ടാകുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി മുന്നോട്ടു പോകുന്നതിന് വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു. വലിയ തുക മുടക്കി നടപ്പിലാക്കിയ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി താളം തെറ്റിയതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ അടിമാലി ടൗണിനെ കൂടുതൽ പ്രകാശപൂരിതവും മനോഹരവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ടൗൺ സൗന്ദര്യവൽക്കരണ പരിപാടി നടത്തിയത്. ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ലൈറ്റുകൾ ഘടിപ്പിച്ച പോസ്റ്റുകളിൽ ചെടിയും ചെടിച്ചട്ടികളും ഉറപ്പിച്ചായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളിൽ ചിലത് നശിച്ചു. പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടികൾ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മുൻപോട്ടു പോക്കിന് വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കിയത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടതിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർ പ്രക്രിയയായി പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചില്ല. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനുമായുള്ള പരിശ്രമങ്ങൾ പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഗൗരവമായി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് അറിയിക്കുന്നു. സോളാർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇരുമ്പ് കൂടും സ്ഥാപിച്ചിരുന്നു. ചില കൂടുകളിൽ ഭക്ഷണാവശിഷ്ടമടക്കമുള്ള ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്. ദിവസവും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ എത്തുന്ന ടൗണാണ് അടിമാലി. വൈദ്യുതി മുടങ്ങിയാലും ടൗണിനെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊങ്കൽ ആഘോഷം സംഘടിപ്പിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പൊങ്കൽ തയ്യാറാക്കി വിതരണം ചെയ്തു. പൊങ്കൽ ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി.
തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ ഏറിയ പങ്കും തമിഴ് വംശജരാണ് അധിവസിച്ചു വരുന്നത്. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ തമിഴ് വിഭാഗം കുട്ടികളും പഠനം നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾ വിപുലമായ രീതിയിൽ പൊങ്കൽ ആഘോഷം നടത്തിയിരുന്നു. അന്നേ ദിവസം സ്കൂൾ അവധിയായിരുന്നതിനാൽ തുടർന്നുള്ള പ്രവൃത്തി ദിവസമാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊങ്കൽ ആഘോഷം സംഘടിപ്പിച്ചത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന പൊങ്കൽ ആഘോഷങ്ങളെ വരവേൽക്കുവാനായി ഒരുക്കുന്ന കോലമിടൽ മത്സരവും ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ പൊങ്കൽ വിഭവം തയ്യാറാക്കി വിതരണം ചെയ്തു. ഇതിനുശേഷമുള്ള പൊങ്കൽ ആഘോഷ പ്രത്യേക കലാപരിപാടികളോടെയാണ് സ്കൂളിലെ പൊങ്കൽ ആഘോഷങ്ങൾക്ക് സമാപനമായത്. സ്കൂൾ അധ്യാപകർ, PT അംഗങ്ങൾ എന്നിവർ പൊങ്കൽ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ഹോട്ടൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. ബംഗളൂർ ഗവൺമെന്റ് UP സ്കൂളിൽ റേഡിയോ ക്ലബ് പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണമല്ല മനുഷ്യരെ തകർക്കുക എന്നതാണ് ഇടുക്കി ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ ലക്ഷ്യമെന്ന് LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. കുമാരമംഗലം MKNM-HSSലെ NSS യൂണിറ്റ് സജ്ജമാക്കിയ സ്നേഹരാമം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ സംഘടിപ്പിച്ച ദേശീയ റോഡ് സുരക്ഷാ വാരാചരണം സമാപിച്ചു. സമാപന സമ്മേളനം ന്യൂമാൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.